ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 2024 ചെന്നൈ സൂപ്പർ കിങ്സ് എത്ര രൂപ വരുമാനമായിട്ട് ഉണ്ടാക്കി, എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 2014 ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കണേ. 2014 സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ 36.22% ഷെയർസ് ഓൺ ചെയ്യുന്നത് EWS ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി ഇന്ത്യ സിമെന്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമാണ്. അപ്പോൾ ഇന്ത്യ സിമെന്റിന്റെ ഒരു സബ്സിഡറി കമ്പനി പോലെയാണ് ഈ EWS ഇൻവെസ്റ്റ്മെന്റ് ഫേം. ഇന്ത്യ സിമെന്റ് ഓൺ ചെയ്യുന്നത് N. ശ്രീനിവാസനാണ്. N. ശ്രീനിവാസൻ BCCIയുടെ ഒക്കെ നേരത്തെ തലപ്പത്തിരുന്ന ആളാണ്. അപ്പോൾ N. ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നെക്സ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ശ്രീ ശാരദ ലോജിസ്റ്റിക്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനി ഓൺ ചെയ്യുന്നത് 5.6% ഷെയർസാണ്. അടുത്ത ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് മിസ്സിസ് രൂപ ഗുരുനാഥ് ട്രസ്റ്റിയാണ്. ഈ ഒരു ഫേം ഓൺ ചെയ്യുന്നത് 5.26% ഷെയർസാണ്. അടുത്ത ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് LIC ആണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. 4.9% ഷെയർസാണ് LIC ചെന്നൈ സൂപ്പർ കിങ്സ് IPL ടീമിൽ ഓൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. റിസർവ് ആൻഡ് സർപ്ലസ് മണിയായിട്ട് കാണിക്കുന്നത് 591,30,00,000 രൂപയാണ്. ടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിക്കുന്നത് 201 കോടിയാണ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് 141,08,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ അസറ്റ് 900 കോടിയാണ്. അപ്പോൾ എനിക്ക് തോന്നണേ IPL ടീമിൽ ഏറ്റവും കൂടുതൽ അസറ്റ് കാണിച്ചേക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 900 കോടിയാണ് കാണിച്ചേക്കണേ. മുംബൈ ഇന്ത്യൻസിന് ഇതിനേക്കാളും കുറവാണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് 6,21,00,000 രൂപയാണ്. എംപ്ലോയീസിന് സാലറി കൊടുത്തേക്കണ എക്സ്പെൻസ്. അതർ എക്സ്പെൻസ് 353,48,00,000 രൂപ. അതർ ഇൻകം ആയിട്ട് 25,86,00,000 രൂപ കാണിച്ചിട്ടുണ്ട്. വേറെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിന്റെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരിക. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 431,82,00,000 രൂപയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 2024 റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് 650,55,00,000 രൂപയാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 306,71,00,000 രൂപയാണ്. ഇൻകം ടാക്സ് അടച്ചേക്കുന്നത് 77 കോടി രൂപയാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 229,11,00,000 രൂപയാണ്. അപ്പോൾ ഏകദേശം 230 കോടിക്ക് അടുത്താണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ 2024 ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്.